ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ അത് അന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നല്ല സന്തോഷവും സങ്കടവും. അപ്പോൾ എല്ലാ വീഡിയോയിലും അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നും കേട്ടോ. പിന്നെ നമ്മൾ കണ്ട് ഒരു സങ്കടം അങ്ങനത്തെ ഒക്കെ ഇവിടെ കൂടിയിട്ടുള്ള വ്ളോഗാണ്, അതാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല. അതിൽ പിന്നെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എല്ലാവരും കണ്ടോന്ന് അറിയില്ല കേട്ടോ, ഒരു ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. 93 വയസ്സായ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ജ്വല്ലറി കയറിയിട്ട് ഒരു പിന്നെ അപ്പൂപ്പനുണ്ടല്ലോ, എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കാൻ ഒരു മാല വേണമെന്ന് പറയുന്നുണ്ടല്ലേ. ആ മാല പിന്നെ വാങ്ങാൻ അവരുടെ കയ്യിലുണ്ടായിട്ടുള്ളത് 1120 രൂപയുള്ളൂ കേട്ടോ. എന്നിട്ട് അവർ പിന്നെ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന അപ്പൂപ്പനും അമ്മൂമ്മേനെ അപ്പോൾ ജ്വല്ലറി കണ്ടപ്പോൾ അവിടെ കയറി പിന്നെ ഇങ്ങനെ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനിക്കാൻ ഒരു മാല വേണമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ ഇത്ര സംഖ്യയുള്ളൂ കേട്ടോ. 1220 രൂപക്കൊക്കെ എത്ര സ്വർണം കിട്ടില്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ജ്വല്ലറി ഉടമ പിന്നെ ചെയ്തത് കണ്ടോ, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ, എന്നിട്ട് ബാക്കി പറയാം. ഇല്ലാന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ഒരു സ്ഥലത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം അവിടെ നടക്കുന്നത്. നിവർത്തി ഷിൻഡെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്താബായിയുമായിട്ട് തീർത്ഥാടന യാത്രയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ജ്വല്ലറി കാണുകയും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ജ്വല്ലറി കാണുകയും അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടൊരു മംഗല്യ സൂത്രം സമ്മാനമായി കൊടുക്കണമെന്ന് തോന്നുകയും അവരെ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ പരമ്പരാഗതമായിട്ടുള്ള വേഷത്തിലാണ് ഇവർ ജ്വല്ലറിയിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പം ഈ സമയത്ത് ജ്വല്ലറി ഉടമയും അവിടെയുള്ള സ്റ്റാഫുകളും ഒക്കെ വിചാരിച്ച് എന്തെങ്കിലും സഹായം ചോദിക്കാനായിരിക്കും ഇദ്ദേഹം വരുന്നതെന്നായിരുന്നു. പക്ഷേ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹം ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കാനായിട്ട് മംഗല്യസൂത്രം വേണമെന്ന് പറയുകയായിരുന്നു. പക്ഷേ ഇത് വാങ്ങിക്കൊടുക്കാനുള്ള മതിയായ പണം അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. 1120 രൂപയാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ആ സമയം കരുതിയിരുന്നത്. പക്ഷേ ഇത് കണ്ട് അവരുടെ ഒരു സ്നേഹം കണ്ടിട്ട് അവിടെയുള്ള കടയുടമ അതിനകത്ത് എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 20 രൂപ മാത്രം വാങ്ങിയിട്ട് ഈ മംഗല്യസൂത്രം അവർക്ക് ഇഷ്ടപ്പെട്ട മാല അവർക്ക് കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണ് നനയ്ക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നിവർത്തിഷിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ മംഗല്യസൂത്രം കൊടുക്കുന്ന സമയത്ത് ഇരുവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രായത്തിലും ഭാര്യയോടുള്ള സ്നേഹം അത് കണ്ടുകൊണ്ടാണ് കടയുടമ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. 20 രൂപ വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നോണമാണെന്ന് ഈ കടയുടമ പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരുടെയും സ്നേഹം ഇതുപോലൊക്കെ തന്നെ മുമ്പോട്ട് പോട്ടെ. നമുക്കത് കാണുമ്പോൾ നമുക്കും വളരെ സന്തോഷമാണ് തോന്നുന്നത്. പൂജ അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ 20 രൂപ മാത്രമാണ് ആ ജ്വല്ലറി ഉടമ എടുത്തിട്ടുള്ളത്. 20 രൂപ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഇതിന് വേണ്ടിയിട്ടോ, ഒരു ബർക്കത്തിന് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം 20 രൂപ എടുത്തിട്ട് ബാക്കി കൊടുത്തിട്ടല്ലേ കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പിയും കാര്യങ്ങളുമായി അവർക്ക് മാലിയും കിട്ടി സമ്മാനിക്കുക. അപ്പോൾ 93 വയസ്സായ അപ്പൂപ്പനെന്ന് പറയുമ്പോൾ അവർ സ്നേഹം എത്രത്തോളമാണ് അല്ലേ. അപ്പോൾ നല്ല പിന്നെ ആയുസ് മുഴുവനും നല്ല സ്നേഹത്തിലും ഇതിലും കൈയിട്ടെന്നില്ല പ്രാർത്ഥിക്കുന്നു അല്ലേ. അപ്പോൾ സ്നേഹിക്കാനും പറയുമ്പോൾ പ്രായം പരിധി ഇതൊന്നും ഇല്ല അല്ലേ. അപ്പോൾ 93 വയസ്സായ അപ്പൂപ്പനാണെങ്കിലും അവർക്ക് തമ്മിലുള്ള സ്നേഹം കാര്യങ്ങളും അല്ലേ, മാല കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമ്മാനം കാര്യങ്ങളൊക്കെ വാങ്ങി പൈസ ഒരു കുട്ടി അങ്ങനെ വാങ്ങുമ്പോൾ അവർക്കൊരു സന്തോഷം ഹാപ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവർക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.